ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വാർത്തകളിലൊക്കെ ഇറാൻ ഇസ്രായേൽ യുദ്ധം, അതേപോലെ നിലമ്പൂർ ഇലക്ഷൻ ഇതൊക്കെ ഇരുന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ശശി തരൂർ വിഷയം വന്നിട്ടുണ്ട്. അതായത് ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമ്പോൾ BJP-യിലേക്ക് ചേക്കേറാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെ കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ജോൺ സാറിൻ്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും ശശി തരൂർ ലക്ഷ്യം വയ്ക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് BJP ഇവരൊക്കെ ലക്ഷ്യം എന്തായിരിക്കും ഈ ഒരു കാര്യത്തിൽ? ശശി തരൂർ ചിന്താപരമായി വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇല്ല. അദ്ദേഹത്തിൻ്റെ ശക്തി വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ പ്രയാസമേറിയ വിഷയമാണ്. കാരണം BJPക്ക് ഇന്ത്യയിൽ ഒരു 25 കോടിയിലധികം ആളുകളുടെ വോട്ട് നേടാനുള്ള കഴിവുള്ളൊരു പാർട്ടിയാണ് BJP. കോൺഗ്രസ് 10 കോടി വോട്ടിൻ്റെ വ്യത്യാസം കോൺഗ്രസും BJPയും തമ്മിലുണ്ട്. ഈ അന്തരം നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസിന് ഇതിനെ മറികടക്കാനായിട്ട് ഇന്നത്തെ അവസ്ഥയിൽ സാധിക്കില്ല. ഈ യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും തിരിച്ചറിയുന്നില്ല. മാത്രമല്ല ശശി തരൂരിനെ സംബന്ധിച്ചോളം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയും. ഇന്ത്യ എന്താണെന്നും ഇന്ത്യയിലെ ജനങ്ങൾ എന്താണെന്നും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ട് BJPയെ നേരിടണമെങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണ, അതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ, ഇതെല്ലാം കൂടി ഏകോപിച്ച് വന്നാലേ സാധ്യമാവുള്ളൂ എന്നുള്ള ഒരു വ്യക്തമായ ബോധം ശശി തരൂരിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ചിന്തകൾ, അവരുടെ ഇടപെടലുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും അവരുടെ ചിന്തകളുമായി പൊരുത്തപ്പെട്ട് പോകുന്നതായിട്ട് ശശി തരൂരിന് തോന്നുന്നില്ല. അതുകൊണ്ട് ശശി തരൂർ വ്യക്തമായി ശശി തരൂരിൻ്റേതായ ഒരു ലൈനിലൂടെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. പരസ്യമായിട്ട് മോദിയെ ധിക്കരിക്കാതെ മോദിയെ പിന്തുണച്ചുകൊണ്ട് BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ വിഭാഗം ഇന്ത്യക്കാരുടെയും ഒരു സപ്പോർട്ട് നേടിക്കൊണ്ട് അദ്ദേഹം ഭാവിയിൽ ഇന്ത്യയിലെ മുഖ്യ ആകർഷണമായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും ശശി തരൂരിൻ്റെ ശക്തി എന്താണോ, സൗകര്യം എന്താണ്, കഴിവെന്താണോ മനസ്സിലാക്കുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് ഒരിക്കലും BJP നേരിടാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഭരണം കൈയാളാനോ സാധിക്കുന്ന അവസ്ഥയില്ലാത്തതുകൊണ്ട് ശശി തരൂർ അദ്ദേഹത്തിൻ്റെതായൊരു രീതിയിൽ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP നോക്കുന്നത് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനും BJPയെ നേരിടാനുള്ള കഴിവില്ല എന്ന് BJP നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്ക് ആർക്കും BJPയെ നേരിട്ട് തോൽപ്പിക്കാനുള്ള കഴിവില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നേതാവ് പ്രതിപക്ഷത്ത് ശക്തിയും ബുദ്ധിയും പ്രാപ്തിയും കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ അത് ശശി തരൂറാണ് എന്ന് BJP സർക്കാരും നരേന്ദ്രമോദിയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് ശശി തരൂരിനെ പുറത്ത് ചാടിക്കുക, അങ്ങനെ ഒരു വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ശശി തരൂരിൻ്റെ ശക്തി കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിക്കും, ശശി തരൂരിൻ്റെ ശക്തി ഇല്ലായ്മ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു ബുദ്ധിയാണ് BJP പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഇന്ത്യയിൽ ആകെ കൂടി ഭയപ്പെടുന്ന ഒരേ ഒരു നേതാവ് ശശി തരൂരാണ്. അദ്ദേഹത്തെ നേർക്ക് നിന്ന് സംസാരിക്കാനോ അദ്ദേഹത്തിൻ്റെ ഒരു തലയെടുപ്പും പല ഇന്ത്യയിലെ ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കൾക്കില്ലാണ്. ഈ യാഥാർത്ഥ്യം BJP തിരിച്ചറിഞ്ഞിരുന്നുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിച്ച് BJPയുടെ പാളയത്തിലെത്തിക്കുകയോ അതല്ലെങ്കിൽ വേറെ ഒരു സെപ്പറേറ്റ് വിങ്ങായിട്ട് നിർത്തി അദ്ദേഹത്തെ നിർവീര്യമാക്കി മാറ്റിയെടുക്കുന്നതിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് BJP ശശി തരൂരിൻ്റെ പിന്നിൽ കൂടിയിട്ടുള്ളത്. ശശി തരൂരിനെ ഈ വിഷയം വ്യക്തമായിട്ട് അറിയും. BJP എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നും ശശി തരൂരിന് വ്യക്തമായിട്ട് അറിയാം. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് ശശി തരൂരിൻ്റെ BJP എന്താണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് തിരിച്ചറിയാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ശശി തരൂരിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇത്തരം ഒരു വിഷയമാണ്. ആ വിഷയത്തിൻ്റെ ചൊല്ലിയുള്ള ഈ പരസ്പരം കോൺഗ്രസിന് ശശി തരൂരിനെയും ശശി തരൂരിൻ്റെ റേഞ്ച് കോൺഗ്രസിനും തിരിച്ചറിയാൻ പറ്റാത്ത വിഷയവും
BJP ശശി തരൂരിനെ ഏതെങ്കിലും വിധത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് മാറ്റുന്നതിനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു ചാണക്യ തന്ത്രമന്ത്രങ്ങളാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ശശി തരൂരിനെ പോലെ ഒരു നേതാവ് നേതൃത്വ നിരയിലേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വ നിരയിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു എന്താ പറയുക ഒരു സംഘടന ഉണ്ടാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏകോപിച്ച് നിലവിൽ ഭരിക്കുന്ന സർക്കാരിനെതിരെ നീങ്ങുകയാണെങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും ശശി തരൂരിനെ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യത വളരെയധികമാണ്. ആ ഒരു സാഹചര്യം ഒരു 5-10 വർഷം കൊണ്ട് സംജാതമാകാനുള്ള സാധ്യതയുണ്ട്. ഇത് കോൺഗ്രസ് നേതൃത്വം മാത്രമാണ് തിരിച്ചറിയാത്തതെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതാണ് ഈ ശശി തരൂരിൻ്റെ വിഷയത്തിൽ നമുക്ക് പറയാനുള്ള കാര്യം.